അപ്പോൾ വൻ പോളിംഗ് ശതമാനമാണ് അല്ലേ? നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പോളിംഗ് ശതമാനമാണ് ഇത്. കാരണം ഇത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ പോളിംഗ് ആണെന്നാണ് പറയപ്പെടുന്നത് കേരളത്തിൽ. ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഇതിനകത്ത് ആഹ്ലാദ തുന്തിലരായിട്ട് രംഗത്തുള്ളത് UDF മാത്രമേ ഉള്ളൂ. LDF അവരെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും TV ചാനലുകളാണെങ്കിലും എല്ലായിടത്തിലും അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന്. പക്ഷെ നമ്മുടെ ചില സുഹൃത്തുക്കൾ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ ജില്ലയിലുള്ള ആൾക്കാരെ കമൻറ്റ് ചെയ്യൂ എന്ന് പറയുന്നു. കമൻറ്റ് ചെയ്തത് ഓരോരുത്തർ എല്ലാ അന്തംഗമികളെല്ലാം വന്നതിനടി കമൻറ്റ് ചെയ്യുന്നു. കമൻറ്റ് ചെയ്ത് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ 127 സീറ്റ് LDFനും വെറും 13 സീറ്റ് UDFനുമാണ്. BJPക്ക് ഒന്നുമില്ല. ചിലപ്പം ഷോൺ ജോർജ് ജയിച്ചേക്കെന്നൊക്കെ ഓരോരുത്തർ അടിക്കുന്നുണ്ട്. അപ്പം സംഗതി കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് LDFന് മനസ്സിലായി. പിണറായി വിജയൻ അടക്കം മനസ്സിലായി. അതിൻ്റെ അനുരണനങ്ങൾ പലയിടത്തും കണ്ടു കഴിഞ്ഞു. മർദ്ദനം, ആക്രമണം, മറ്റേ B കുഞ്ഞികൃഷ്ണൻ അനുകൂലിക്കുന്ന ഒരാളുടെ വീട്ടിലെ കാറ് കത്തിച്ചിരിക്കുന്നു. ഇന്നലെ തന്നെ നായ്ക്കൊറണപ്പൊടി ലേഡീസിനെ എറിഞ്ഞു, സ്ത്രീകളെ ആക്രമിച്ചു, കയ്യേറ്റം ചെയ്തു. സ്ത്രീ സുരക്ഷ പൊക്കിപ്പിടിച്ച് അധികാരത്തിൽ വരാൻ നിൽക്കുന്നവന്മാരാണെന്ന് ഓർത്തു. നമ്മുടെ വനിതാ ബുദ്ധിജീവികൾ ആരെ കണ്ടില്ല ഇതിനൊന്നും? ഒരാളെയും കണ്ടില്ല. കാരണം നാദാപുരത്തൊക്കെ ഇന്നലെ ഒരുപാട് സ്ത്രീകളെ ആക്രമിച്ചു. ബൂത്തിലിരുന്ന സ്ത്രീകളെ ഇവന്മാരെ ആക്രമിക്കുമെന്ന് കരുതിയാണ് സ്ത്രീകളെ ബൂത്തിൽ കൊണ്ടിരുത്തിയത്, പുരുഷന്മാരെ ആക്രമിക്കാതിരിക്കാൻ. പക്ഷെ അവന്മാർക്ക് സ്ത്രീ എന്ന പുരുഷൻ പോത്തിനെന്ത് ഏത്തോ വാഴാന്ന് ചോദിച്ചാൽ അവരാരെ ആക്രമിക്കും. അതെല്ലായിടത്തും നടന്നു. അത് പരാജയ ഭീതിയിൽ മാത്രമേ ഇവർ ആക്രമണം അല്ലെങ്കിൽ അവർ പിന്നെ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ പിടിച്ചു നിൽക്കും. ഒണ്ണിക്കഴിഞ്ഞിട്ടേ ആക്രമിക്കും. മാത്രമല്ല CPMനെ സംബന്ധിച്ച് അവർ കൃത്യമായ പാർട്ടി സംവിധാനമുണ്ട്. അവർക്ക് അറിയാൻ പറ്റും നമ്മൾ ജയിക്കുമോ തോക്കുമോ കൊള്ളക്കാരത്തെക്കുറിച്ച് അവർ വ്യക്തമായ ധാരണ ഉണ്ടാക്കാൻ അവർ കഴിയും. എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രിയോടുകൂടി അവർക്ക് കാര്യം മനസ്സിലായി, രക്ഷയില്ല എന്നുള്ള കാര്യം. ഇന്നലെ ഉച്ചയായപ്പോഴേ മനസ്സിലായി. കാരണം ഈ പോളിംഗ് ശതമാനം പോയപ്പോൾ ഇവർ ആദ്യം ആശ്വസിച്ച് എന്താണ് SIR വന്നതുകൊണ്ട്. SIR വന്നതിൻ്റെ ഉണ്ട്. അപ്പം SIR വന്നപ്പം വോട്ടിങ് ഇത് കുറഞ്ഞല്ലോ. മരിച്ച പോയവരും സ്ഥലത്തില്ലാത്തവരുമായിട്ട് വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞു. പക്ഷേ ഉള്ള വോട്ടർമാരിൽ കഴിഞ്ഞ തവണ ചെയ്ത അത്രയും തന്നെ ചെയ്തിട്ടുണ്ട്. അത്രയും അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അല്ല, ഈ SIRൻ്റെ ഒരു ഫലമായിട്ട് നമ്മൾ അറിയേണ്ടത്, ഇനി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഈ കണ്ണൂരിലൊക്കെ 50,000 60,000 വോട്ടിന് ജയിക്കുന്ന CPM നേതാക്കന്മാർ ഇത്തവണ എത്ര വോട്ടാണ് ജയിച്ചത് നമ്മൾ നോക്കേണ്ടി വരും. ആ കള്ളവോട്ടുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അതെ. പിന്നെ പോസ്റ്റൽ ബാലറ്റ് ഇത്തവണ ഇവരുടെ കയ്യിലല്ല. പോസ്റ്റൽ ബാലറ്റിന്റെ നിയന്ത്രണം സർവീസ് സംഘടന കയ്യിലല്ല. അതോടെ അവർ ശാന്തമായിട്ട് വോട്ട് ചെയ്തു. നമ്മുടെ ഒരു സുഹൃത്ത് രാവിലെ പറയായിരുന്നു, പുള്ളിയുടെ വീടിന് മുമ്പിൽ ബൂത്ത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലപ്പുഴയില്ല. ബൂത്തിലിരിക്കുന്ന CPM നേതാക്കളോട് ചെന്ന് അദ്ദേഹം ചോദിച്ചു, ജോലിയുടെ ഭാഗമായിട്ട് ഇത് വല്ലതും നടക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ഇവർ പറയാണ്, സലാം ജയിക്കത്തില്ലെന്ന് ചോദിച്ചു. ഞങ്ങളതൊക്കെ കൊടുക്കാം, ഇപ്പം കൊടുക്കാം. എന്താ സുധാകരൻ്റെ അതുപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സുധാകരൻ്റെ ഇമ്പാക്റ്റ് ചെങ്ങന്നൂരിലടക്കം പ്രതിഫലിക്കും. എല്ലായിടത്തും, ആലപ്പുഴ ജില്ലയിലും മൊത്തത്തിലും, ചിലപ്പോൾ കൊല്ലം ജില്ലയിലേക്ക് ഒരു ഭാഗങ്ങളിലൊക്കെ നമ്മളൊക്കെ വിചാരിച്ചിരുന്നതാണ് സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ ഈസി വാക്ക് ഓവർ. പക്ഷേ എബി കുര്യാക്കോസ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരികയും BJP CPM ഡീല് കൃത്യമായെന്ന് അവിടെ ഉണ്ടെന്ന് വരുത്താൻ സാധിക്കുകയും ചെയ്തതോടെ സംഗതി നേരെ തിരിഞ്ഞിട്ടുണ്ട്. എബി കുര്യാക്കോസ് ശരിക്കും പറഞ്ഞാൽ വളരെ മുതിർന്ന നേതാവാണ്. എത്രയോ വർഷം അദ്ദേഹം വളരെ സജീവമായ രംഗത്തുള്ള ഒരാളാണ്. അതെ, ചെങ്ങന്നൂർ സജി ചെറിയാൻ്റെ വോട്ട് ഭൂരിപക്ഷം കുറയും, ജയിക്കുമായിരിക്കും, കഷ്ടിച്ച് ജയിക്കുമായിരിക്കും. ചിലപ്പോൾ ഈ ട്രെൻഡിനിടയ്ക്ക് പോയിക്കൂടായികയില്ല. പക്ഷേ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ ഇവർ ഈ 5 പേര് വന്നില്ലേ UDFിലേക്ക്, ആ UDFിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂചലനം, ഭൂകമ്പം പോലെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തിരിച്ചറിയാൻ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒരു കഴിവുണ്ട് ഇല്ലേ? അവർ പല സൈനും നായ്ക്കൾക്കല്ലാതെ പെട്ടെന്ന് തിരിച്ചറിയാൻ വരുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യ ഒട്ടാകെ നോക്കിയാൽ അറിയാം, ഒരു സംസ്ഥാനത്ത് ഭരണം മാറി വേറൊരു പാർട്ടി അധികാരത്തിൽ വരും എന്ന് ഉറപ്പാകുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് BJP ആണ് ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ, വടക്കൻ സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വരുന്നതെന്ന് മനസ്സിലാക്കി അവിടെയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ സഹിതം BJPയിലേക്ക് ഒഴുകും. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഒരു പ്രകൃതിയിലൊരു മാറ്റം വരുമ്പോൾ അത് മനസ്സിലാക്കാൻ അത് തന്നെയാണ് കേരളത്തിലുണ്ടായി. നമുക്ക് നോക്കിയറിയാം, 5 പേരാണ്, 5 മുതിർന്ന നേതാക്കൾ, പ്രമുഖരായ 5 നേതാക്കളാണ് എവിടെ വന്നിരിക്കുന്നത്, കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത്. അത് CPM-ൽ നിന്ന് മാത്രം, CPI നിന്ന് വന്നവരുണ്ട് ഇഷ്ടംപോലെ. അത് ചിലർ BJP പോയി, ചിലർ വന്നു. ഇപ്പം നമുക്കറിയാം G. സുധാകരൻ
ഐഷ പോറ്റി, ടി.കെ. ഗോവിന്ദൻ, ടി.കെ. ഗോവിന്ദൻ, വി. വി. കുഞ്ഞികൃഷ്ണൻ, പി.കെ. ശശി, 5 പേരായില്ലേ. അതെ. എസ് രാജേന്ദ്രനും ഇങ്ങനെ ഇവിടെ വന്നു. പിന്നെ 2 BJP യിൽ വന്നു. CPI-യുടെ 2 കെ അജിത്തും മറ്റേ അവിടുത്തെ MLA നമ്മുടെ തൃശ്ശൂരിലുള്ള കൈപ്പോങ്ങനല്ലായിരുന്നല്ലോ, നാട്ടികൻ, നാട്ടിലെ MLA നാട്ടിയ CC മൂന്നൻ CPI-ക്കാർ 2 പേര് ഇങ്ങോട്ട് പോകും. ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ഒരു യുവതി എന്ന് പറഞ്ഞാൽ ഒരു CPI-യുടെ ഒരു നല്ല ഒരു ഭാവി ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. അതിനെ ഇവരെല്ലാം കൂടെ പുകച്ച് പുറത്തേ അടിച്ച് അത് ഒറ്റ തെരഞ്ഞെടുപ്പോടുകൂടി അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളോട് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന നേതാവായി മാറി. എല്ലായിടത്തും പ്രസംഗിക്കാൻ ഭയങ്കര സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയില്ലേ. കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് വേണ്ടി വർക്ക് ചെയ്ത ആളാണ്. ഏതൊക്കെ മണ്ഡലത്തിൽ ശ്രീനാദേവിക്ക് വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുകയായിരുന്നു. അതെ, ഇടയ്ക്ക് ഒരു മണ്ഡലത്തിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നമ്പർ തന്നെ വിളിച്ചിരുന്നു കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. അത് വലിയ ഡിമാൻഡ്. ഓരോരുത്തരും കൊണ്ടുപോയി. ഞാൻ എല്ലാ മണ്ഡലങ്ങളിലും ശ്രീനാദേവി പ്രസംഗിച്ചു. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ മാത്രമാണ് പോയിട്ട് പുള്ളിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടാതെ തിരിച്ചു പോരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഉദയം ഇതിനകത്തുണ്ടായി. അപ്പോൾ തന്നെ നമുക്ക് പറയാം 78% ആണ് ഇപ്പോൾ അന്തിമമായ കണക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് ഇനിയേ വരുള്ളൂ. ഈ 78% കഴിഞ്ഞ തവണ 72% സംതിങ് ആയിരുന്നു നമ്മുടെ കേരളത്തിലെ ടോട്ടൽ പോളിംഗ്. അപ്പോൾ ഇത്രയും ശതമാനം കൂടി ഇനിയിപ്പോൾ പോസ്റ്റൽ വോട്ടും കിടപ്പുരോഗികളുടെ വോട്ടും എല്ലാം കൂടെ ചേർത്ത് ഇപ്പോൾ ഒരു വൈകിട്ട് ഒരു ടാബുലേഷൻ വരുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും 78 79 താഴെ അല്ലെ 79 നിൽക്കും. 80 പോയാൽ അതൊരു റെക്കോർഡ് കൂടിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് നടന്നിട്ടുള്ള മണ്ഡലങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം. നഗരമേഖലകളിൽ നന്നായിട്ട് വോട്ട് നടന്നു. ഇപ്പോൾ ഗ്രാമമേഖലകളിലാണ് വോട്ട് കുറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, CPM മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ വോട്ട് കുറഞ്ഞിരിക്കും. CPM-ന്റെ പ്രമുഖ നേതാക്കൾ അല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. CPM-ന്റെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ അവിടെയൊക്കെ നേതാക്കാൻ ഇന്ന് ആളെ ക്യൂ നിർത്തി വോട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞ SIR ഒരു ഘടകമാണ്. 2 കള്ളവോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇല്ല, കള്ളവോട്ട് ചെയ്യാൻ സാധിച്ചിട്ടേ ഇല്ല. കള്ളവോട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? നേരെ വോട്ടിംഗ് ശതമാനം കുറയും. നേരത്തെ പറഞ്ഞല്ലോ, ഭൂരിപക്ഷം നോക്കണം ഇവരൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഈ പറയുന്ന ഇപ്പം ഈ നേമത്താലോ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് ഒന്ന് നേമത്താണ്. അപ്പം അരൂര് നടന്നിട്ടുണ്ട് നല്ലപോലെ. അപ്പം ഈ ജനങ്ങളുടെ ഇടയിൽ പ്രതികരിക്കണമെന്നൊരു തോന്നൽ വന്നു. അവർക്ക് ഇതെല്ലാം പ്രതികരിക്കാൻ വേറെ വഴിയില്ല. മാത്രമല്ല പിണറായി വിജയൻ്റെ അവസാന കാലത്തെ ധാർഷ്ട്യം. അപ്പം അത് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിടത്തേക്ക് തന്നെ വരാം. അതായത് ഈ ഇലക്ഷൻ സംബന്ധിച്ച് ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കുന്നത് CPM മാത്രമാണെന്ന്, UDF മാത്രമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എല്ലാ LDF-ൽ നിന്നൊരു പ്രതികരണം, സത്യമായ ഒരു പ്രതികരണം വന്നത് ജോൺ ബ്രിട്ടാസിൻ്റെ മാത്രമാണ്. കിണർകോലുവിൻ്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം പിന്നെ പോയെന്ന് തോന്നുന്നു. അപ്പം ഈ ബ്രിട്ടാസിൻ്റെ പ്രതികരണം ശ്രദ്ധിച്ചായിരുന്നു. നിങ്ങളെ സതീശൻ ഭരണത്തിലിറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് ഇപ്പോഴേ കാർഡ് തയ്യാറാക്കി വെച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത് ചാനലുകളോട്. നിങ്ങളിപ്പോഴേ കാർഡ് തയ്യാറാക്കിക്കോളൂ സതീശൻ വനവാസത്തിന് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അത്രയൊരു ആത്മവിശ്വാസം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ബാക്കി ഇപ്പം MV ഗോവിന്ദൻ പ്രതികരിച്ചത് കൂടിയ വോട്ട് ഞങ്ങളെ സഹായിക്കുമെന്നാണ്. പക്ഷേ ഇവർക്കാർക്കും ഒരു ആത്മവിശ്വാസം ആരുടെയും മാത്രമല്ല ഈ ദിവസങ്ങളിലും തന്നെ MV ഗോവിന്ദൻ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശബ്ദനായിരുന്നു അദ്ദേഹം നിർത്താൻ പറഞ്ഞാണ് സംസാരിക്കേണ്ടതെന്ന്. അവരുടെ ഒരു ആത്മവിശ്വാസക്കുറവ് അതിനകത്ത് പ്രകടമായിരുന്നു. അതിനകത്ത് CPM-ന് എന്തിന് നമ്മുടെ ഉരകല്ല്, CPM-ന്റെ ഉരകല്ലെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ സതീശനെ പിന്തുണച്ചു. അതെ, മുഖ്യമന്ത്രി കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിണറായി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എങ്കിലേ ഇയാളെ ബാക്കി ഉടായ്പ മുഴുവൻ നടക്കത്തുള്ളൂ. പക്ഷേ സതീശൻ യോഗ്യനാണ് മുഖ്യമന്ത്രിയാണ്. വേറെ എങ്ങനെ നമ്മൾ തിരക്കി പോകണ്ട UDF അധികാരത്തിൽ വരുമെന്നുള്ളതിന്. ഈ വെള്ളാപ്പള്ളിയുടെ ഒറ്റ പ്രസ്താവന വെള്ളാപ്പള്ളി കടുത്ത നിരാശയിലാണ്. ഭാഗ്യാന്വേഷികളാണല്ലോ, കടുത്ത നിരാശയിലാണ്. കാരണം വെള്ളാപ്പള്ളി ഈ UDF സർക്കാർ, ഇനിയിപ്പം വേറെ കാര്യമുണ്ട്, UDF സർക്കാർ അധികാരത്തിൽ വരുമ്പം സതീശൻ മുഖ്യമന്ത്രിയായാൽ, ചെന്നിത്തലയൊക്കെ ആയ ഇയാളുടെ കാര്യങ്ങളൊക്കെ നടക്കും. സതീശൻ മുഖ്യമന്ത്രിയായാൽ പണി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴേ സതീശൻ കുഴപ്പമില്ല നല്ലതാണെന്നൊക്കെയുള്ള അഭിപ്രായം പുറത്തു. അപ്പം അതിനു വേണ്ടിയാണ് അത് സതീശൻ മുഖ്യനാകാൻ യോഗ്യത. കാരണം കോടതിയിൽ കേസ് താൽക്കാലം സ്റ്റേ ചെയ്തിട്ടേ ഉള്ളൂ, റദ്ദാക്കാനും പറ്റില്ല. അപ്പം അവിടെ എന്തെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിൽ സർക്കാർ ഇവരുണ്ടെങ്കിലേ പറ്റൂ. അപ്പോൾ അതാണ്
ഒരു LDF സർക്കാർ വാരിക്കോരി സഹായിച്ച ഒരുപാട് വമ്പന്മാരുണ്ട്. അവർ പലരും മരണം ചാടുമായിരിക്കും ഇതിനു മുമ്പ് തന്നെ ചാടിക്കാണും. പിണറായി വിജയനും ഇത് അധികാരത്തിൽ വരുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പിന്നെ ഇവരുടെ സൈബർ ഹാൻഡിലുകൾക്ക് മാത്രമാണ് ഒരു ചൂടുള്ളത് അല്ലേ? അതെ, അവരിങ്ങനെ പറന്ന് നിൽക്കുകയാണ്. പക്ഷേ ഇന്നലെയൊക്കെ സൈബർ ഹാൻഡിലും പുറകോട്ട് പോയി. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഈ തോൽക്കുന്നത് വരെ വീരവാദം നല്ലതാണ്. അതെ, കാരണം നമ്മളിപ്പം സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്കൊന്നും ഒരു പക്ഷേ ഇതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലായിട്ടില്ല. പക്ഷേ നേതാക്കൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാവുമല്ലോ, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന പറഞ്ഞാൽ ഒരു ജനത്തിൻ്റെ ഒരു പൾസ് അതുപോലെ മനസ്സിലാകുന്നു. ഇവരുടെ പാർട്ടി കോട്ടകളിൽ പാർട്ടിയിലെ വോട്ട് തിരിയും. എനിക്കറിയാം, എൻ്റെ അടുത്ത CPM-കാരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ പാർട്ടി ഇത്തവണ മാറ്റിയാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പോയിട്ട് സർവേക്ക് പോയിടത്തും പലരും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ അവരെല്ലാം പറയുന്നത് എന്താണ്, ഒരു തവണ മാറിയേ പറ്റൂ, ഈ തവണ മാറിയില്ലെങ്കിൽ പാർട്ടി ഇല്ലാതാവും എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് രാജീവ് സർദേശായിക്ക് കൊടുത്ത അഭിമുഖത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് 5 വർഷം കഴിഞ്ഞാണെങ്കിലും പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കും. അങ്ങനെ ബാക്കി എല്ലാവർക്കും പ്രായം പിന്നെ ഇത്ര തവണ മത്സരം എന്നുള്ളതെല്ലാം ബാധകം, എനിക്ക് മാത്രം ബാധകമാണ്. പക്ഷേ ഈ എല്ലാ CPM-കാരും തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, പിണറായി നയിക്കാൻ ഇറങ്ങിയതാണ് ഈ കുഴപ്പത്തിന് കാരണം. അതെ, അത് പക്ഷേ വേറെ ആരെ ഇറക്കും? അതാണ്. അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ് ഇറക്കണമെങ്കിൽ ഇരട്ടി കിരയപ്പോഴാവും. പിണറായി ഒന്നും നിന്ന് പറയാനെങ്കിലും അറിയാം. ഉയർന്ന പോളിംഗ് ശതമാനം UDF-നെ തന്നെയാണ് സ്വാധീനിക്കുക. കാരണം നമുക്കറിയാം 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കുത്തൊഴുക്കായിരുന്നു പോളിംഗ് സ്റ്റേഷനിലേക്ക്. എന്തിനാണ്? ആ ശബരിമല വിഷയം. ഇത്തവണ അതേപോലെ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയിട്ടുള്ളത് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട. മലപ്പുറം മേഖലയിലൊക്കെ മണിക്കൂറുകളാണ് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കാത്തു നിന്നത്. കാരണം അവർക്ക് അതുപോലെ ഈ ഒറ്റ പ്രസ്താവനയാണ് ഇവരെ കുഴപ്പത്തിലാക്കി. ഏതാണെന്നറിയാമോ? വെള്ളാപ്പള്ളി നടേശൻ കാറെ കയറ്റി കൊണ്ടുപോയതും അയാൾ മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ പ്രസ്താവനയും അത് ആ ഒരു ഇത് ഉണ്ടാക്കിയ ഡാമേജ്. കോഴിക്കോട് എന്ന ഡ്രെയിനേജ് ഹോളിൽ വീണ് മരിച്ച ഒരു മനുഷ്യനായാലും മുസ്ലിം ആയിരുന്നു, അയാളെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചതൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അവിശ്വാസത്തിന് കാരണമായിട്ടുണ്ട്. എന്തായാലും ഇത്തവണത്തെ ഈ ഉയർന്ന പോളിംഗ് ശതമാനം മറ്റൊന്നുമല്ല, ഈ ഭരണത്തെ തൂത്തെറിയണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് വന്നതിൻ്റെ ആ ഒരു കൃത്യമായ സൂചന തന്നെയാണ്, ലക്ഷണമാണെന്ന് തന്നെ, തെളിവാണെന്ന് തന്നെ പറയേണ്ടി വരും. അതെ, 90-ന് മുകളിൽ സീറ്റ് എന്തായാലും UDF-ന് ലഭിക്കും. ആ UDF തന്നെ അധികാരത്തിൽ.